نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കുകയാണ് എന്ന് നിങ്ങളെ ഓർമ്മിക്കുകയാണ്. കന്യാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന സലാം, അതിൻ്റെ കൂടെയുള്ള മറ്റ് ആദാബുകളെ കുറിച്ചാണ്, മര്യാദകളെ കുറിച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കിയത്. കണ്ടുമുട്ടുമ്പോൾ ഒരു വിശ്വാസി, ഒരു മുസ്ലിം അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ തന്നെയുള്ള ബന്ധത്തിൽ പുഞ്ചിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന മറ്റു ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ് ആ ഒരു കഴിവ്. അത് ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മം കൂടിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതോടൊപ്പം മുസാഫഹത്ത്, കൈ കൊടുക്കുക, ഹാൻഡ് ഷേക്ക് എന്നുള്ളത് ഇസ്ലാമികമായ ആദാബിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ കൈകൾ എത്ര സമയം അവർ ചേർത്ത് വെക്കുന്നുവോ അത്രയും സമയം രണ്ടുപേരുടെയും പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിന്റെ കൂടെ സലാം പറയേണ്ടതിന്റെ രീതിയും അതിന്റെ മര്യാദയും, അത് വിശ്വാസികൾ തമ്മിലുള്ള, മുസ്ലിങ്ങൾ തമ്മിലുള്ള ഹക്കായിട്ടാണ്. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, മര്യാദയാണ് സലാം പറയുക എന്നുള്ളത്. ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടിയാൽ നീ അവനോട് സലാം പറയുക. പുരുഷനായിരിക്കട്ടെ സ്ത്രീ ആയിരിക്കട്ടെ, സലാം പറയുക എന്നുള്ളത്. ഇദാ ലഖിയ റജുലു അഖാഹു, ഒരു ഹദീസ് നമുക്ക് പ്രകാരം വായിക്കാൻ സാധിക്കും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന വചനമാണ്. ഒരാൾ തന്റെ സഹോദരനെ, സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ, അൽ മുസ്ലിം, മുസ്ലിമായ ഒരാള്, ഫൽയഖുൽ, അപ്പോൾ അയാൾ പറയട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർ പറയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവട്ടെ,
രക്ഷയുണ്ടാവട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല, അവന്റെ കാരുണ്യവും ലഭിക്കട്ടെ. വ ബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ചില ആളുകൾക്കെങ്കിലും ഒരുപക്ഷെ കുട്ടികളായാലും മുതിർന്നവരായാലും ചെറുപ്പത്തിൽ ശീലിക്കാത്തത് കൊണ്ടായിരിക്കാം സലാം പറഞ്ഞാൽ നടക്കും, അതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് സലാം പറയുന്നതിന് മടി കാണിക്കുന്ന ആളുകളുണ്ട്. അതിന് കാരണങ്ങൾ ഒരുപക്ഷെ പലതായിരിക്കാം. വീട്ടിലേക്ക് പോലും സലാം പറയാതെ കടന്നു ചെല്ലുന്നവരുണ്ട്. മക്കളൊക്കെ സലാം പറഞ്ഞാൽ തുടക്കത്തിൽ അവര് ഇപ്പൊ മദ്രസയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരത് ചെയ്യും. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ, അതൊരു ശീലമാക്കി മാറ്റാതെ, അത് റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്താണ് എന്ന നിലക്ക് കാണാതെ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒരിക്കലും ഒരു മുസ്ലിമിന് അവന്റെ സുഹൃത്തുക്കളെയോ സഹോദരങ്ങളെയോ നാട്ടുകാരെയോ ആരെയായിരിക്കട്ടെ കണ്ടുമുട്ടും, അത് പരിചയം പോലും അതിൽ പ്രശ്നമല്ല. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യം ഏതാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി തുതഇമുത്തആൻ, ഒന്നാമത്തേത് പട്ടിണി കിടക്കുന്നവനെ ഭക്ഷിപ്പിക്കുക. വിശക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഇസ്ലാം നൽകിയിരിക്കുന്ന പ്രോത്സാഹനം ഭക്ഷണം കൊടുക്കാൻ മാത്രല്ല, ദീനിനെ കളവാക്കിയവരാരാണ് എന്ന് പറഞ്ഞെടുത്ത് ഖുർആൻ സൂചിപ്പിച്ചതാണ്. അവർ ഭക്ഷിപ്പിക്കുന്നതിൽ പാവപ്പെട്ടവർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രേരിപ്പിക്കാത്തവരാണ്. അപ്പൊ അത് കൊടുത്താൽ മാത്രം പോരാ. എടാ, എന്റെ വീട്ടില് ഒരു പട്ടിണിക്കാരൻ വന്നിട്ട് ചെന്ന് ചോറെടുക്കാതെ വിട്ടത്, ഓന് ഉച്ചക്കല്ലേ ഓൻ എന്റെ വീട്ടിലേക്ക് വന്നത്, ഈ ഒരു ഭക്ഷണം കൊടുക്കേണ്ടിയിരുന്നില്ലേ, ഒരു ചായ കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കണം. നമ്മൾ കൊടുക്കണം എന്നുള്ളിടത്ത് തീരുന്നില്ല, നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുക കൂടി വേണം. ഒരു വിശക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചാലും ഭക്ഷണത്തെക്കാൾ പ്രധാനം മറ്റൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശക്കുന്ന ഒരാൾക്ക് ഫുഡ് തന്നെയാണ്. പട്ടിണി കിടക്കുന്ന ആളുകൾക്കറിയാം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുള്ള ആളുകൾക്കറിയാം, റമദാനില് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പട്ടിണിയൊന്നുമല്ല. ലോകത്ത് പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലും ദിവസങ്ങളോളം പട്ടിണി കിടന്ന ആളുകളുടെ അനുഭവങ്ങൾ ഒരു പക്ഷെ നേരിട്ട് കണ്ടവരോ വായിച്ചവരോ ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൽ ആളുകൾക്ക് ഒരു പക്ഷെ പട്ടിണിയുടെ പരിവട്ടത്തിന്റെ ഒരു കാലഘട്ടമൊക്കെ ഓർമ്മ ഉണ്ടാകും. പട്ടിണി എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. ഇന്നത്തെ പുതിയ തലമുറക്ക് എത്രത്തോളം വിശന്ന വയറിട്ട് റമദാനിൽ അറിഞ്ഞതല്ലാതെ റമദാനിൽ നമുക്ക് വേറൊരു ആനന്ദവും ഒരനുഭൂതിയും അതിനോടൊരു താല്പര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മൾ വിശപ്പ് അറിയില്ല എന്നല്ല, പ്രയാസം ഉണ്ടാകും. എന്നാലും ആ ഒരു പകൽ പട്ടിണി കിടന്നാൽ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തോട് കാണിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാ? ആ പട്ടിണിയുടെ പ്രയാസം കൊണ്ട് തന്നെ. അപ്പം പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുക മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് സലാമ, ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് വയറുള്ള എല്ലാവർക്കും മനസ്സിലാകും. എങ്കിൽ അതിന്റെ തൊട്ട് ശേഷമായി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് വതഖറഉ സലാം. ദീനിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. എന്നിട്ട് റസൂൽ ഒന്നുകൂടി അവിടെ ചേർത്ത് പറഞ്ഞു, അലാമൻ അറഫ്ത വമൻ ലം താരിഫ്, അറിയുന്നവനോടും അറിയാത്തവനോടും. അപ്പോ മൂപ്പർ എനിക്ക് പരിചയമില്ലല്ലോ, ഓനെ ഞാൻ അറിയില്ലല്ലോ എന്ന് പറയേണ്ടതില്ല. അയാളോട് സലാം പറയേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ അടുത്താണ്, നമ്മളെ വീട്ടിലേക്ക് വരികയാണ്, അയാൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, നമ്മളയാളെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്, പള്ളിക്ക് കയറുകയാണ്, നമ്മൾ ഫേസ് ടു ഫേസ് വന്നു എങ്കിൽ സലാം പറയുക. അറിഞ്ഞാലും ശരി, അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി. അതാണ് ഇസ്ലാമിന്റെ മര്യാദ എന്ന് പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വചനമാണ് അലാമൻ അറഫ്ത വമൻ ലം താരിഫ്. ഇനി അതിന്റെ ഒരു ശ്രേഷ്ഠത നോക്കൂ നിങ്ങൾ. അബീ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനം, ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. വിശ്വാസികളെ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ.
ഈമാനുള്ളവർക്കേ സ്വർഗം ലഭിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, ഇനി നിങ്ങൾ വിശ്വാസികളാവൂല ഏതുവരെ? പരസ്പരം നിങ്ങൾ ഹുബ്ബ് കാണിക്കുന്നത് വരെ, പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ, പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ. ഓനെ ഇവന് കണ്ടൂടാ, ഓക്ക് മറ്റോളെ കണ്ടൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൂടാ എന്ന് പറയുന്ന കുയിന്ത്, മനസ്സിലുള്ള വെറുപ്പ്, ദേഷ്യം, ഷഹനാ, അത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കണം. എന്നിട്ടോ അവല അതുല്ലുക്കും, റസൂൽ പറയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒരു കാര്യം, അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങൾ ചെയ്താൽ തഹാബത്തും, നിങ്ങൾ പരസ്പരം നല്ല ഇഷ്ടം ഉണ്ടാകും. ആരോടെങ്കിലും നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്നാലും മൂപ്പരിനോട് അന്ന് അങ്ങനെ കാട്ടിയില്ലേ എന്നൊക്കെ ഒരു വെറുപ്പിന്റെ ലാഞ്ചന എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നൊരു വളരെ റസൂലിനെ പുറപ്പെടുപ്പിച്ച കാര്യം എന്താ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയുക. എല്ലാ പ്രശ്നവും അതോടുകൂടി തീരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്, കൈയൊന്ന് അയാളിലേക്ക് നീട്ടിക്കൊണ്ട്, ഒരു മുസാഫഹത്തോടു കൂടി, ഒരു തബസ്സുമോട് കൂടി ഒന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ, ആ സ്നേഹത്തിലൂടെ നിങ്ങൾ വിശ്വാസികളായി തീരാൻ, ആ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുവാനുള്ള വഴി ഇതാ. ചെറിയ കാര്യം എന്താ? സമ്പത്ത് മൊത്തം അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തോളി, എല്ലാ കൊല്ലവും ഹജ്ജും ഉംറയും ചെയ്തോളി. അതൊന്നും അല്ല പറ, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അതൊക്കെ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഇതോ ആർക്കും പറ്റും. 10 പൈസന്റെ ചെലവില്ല, ഒന്നും മുടക്കേണ്ടതില്ല, ഒരു നഷ്ടമില്ല, കിട്ടുന്നത് ലാഭം മാത്രം. സലാം പ്രചരിപ്പിക്കുക, ആളുകളോട് കൃത്യമായി സംതൃപ്തിയോടുകൂടി സലാം പറയുക. ആ സലാമിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഗുണം ഇപ്പോ വേറെയും നമ്മളെ നാട്ടിലൊക്കെ ശീലിച്ചിട്ടുള്ള ഒരുപാട് അഭിസംബോധന ചെയ്യുവാനുള്ള ഓരോ നാടിന്റെ ഓരോ രീതികളുണ്ട്. ഇപ്പോ അറബികള്, മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ, മസാഉൽ ഖൈർ, മസാഉൽ നൂർ എന്നൊക്കെ പറയും. അത് ഇംഗ്ലീഷിന്റെ ഒരു ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്താണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്ന രീതി. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമസ്തേ, നമസ്കാരം എന്നൊക്കെ പറയാറുണ്ട്. ചിലര് ഹലോ, ഹായ് എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യാറുണ്ട്. നമ്മള് ഇസ്ലാമിന്റെ ഒരു സംബോധന വാക്യം എടുത്ത് പരിശോധിച്ച് നോക്കുക, ഇതിന്റെ ഒരു മനോഹാരിത എത്ര സുന്ദരമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോ മരിച്ച ഒരു വീട്ടിലേക്ക് കാര്യപ്പെട്ട ഒരാൾ വരിക, അയാൾക്കൊരു സംസാരം തുടങ്ങണ്ടേ? എന്ത് പറഞ്ഞിട്ടാ തുടങ്ങിയ? ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ? മരിച്ച വീട്ടിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഗുഡ് ആണോ ഇയാളപ്പത്തെ മൂഡ്? അല്ല, മരിച്ചതിന്റെ ടെൻഷനിലാണ്. നമസ്കാരം എന്ന് പറയാൻ പറ്റുമോ? എന്താണ് പറയാ? എന്നിട്ട് ചിലരൊക്കെ ഇങ്ങനെ സംസാരം തുടങ്ങിയ വിക്കിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയിട്ട് പിന്നെ നേരെ വർത്താനിക്കാണ് കിടക്കും. നേരെ മറിച്ച് മുസ്ലിങ്ങൾ തമ്മിൽ എവിടെ കണ്ടാലും, നിങ്ങൾ കാണുന്നത് കല്യാണ വീട്ടിലാണെങ്കിലും മരണ വീട്ടിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും മക്കത്താണെങ്കിലും ഒരുപോലെ പറയാൻ പറ്റുന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിന്റെ ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചതിന്റെ സങ്കടത്തിലാണ് നീ, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ. ഇന്ന് നിന്റെ വിവാഹമാണ്, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നാളാണ്. ഇവിടെയും അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കട്ടെ. ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും പറയാവുന്ന ഒരു സംബോധനാ വാക്യമാണ് ഇസ്ലാമിന്റെ സംബോധന വാക്യം എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറയുമ്പോ അതൊരു പുണ്യം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന ഒരു മൂഡിൽ തന്നെ പറയണം. അബീ ഹുറൈറ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അന്ന റജുലൻ മറ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ വന്നു. എന്നിട്ട് അയാള് വഹുവ ഫീ മജ്ലിസിൻ ഫഖാല അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു. എന്താ പറഞ്ഞ അറിയോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി അവിടെ ഇരുന്നു. ഈ സഹാബി എന്നിട്ട് അവിടെ ഇരുന്നു. ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് പറഞ്ഞു, അശറ ഹസനാത്ത്, അശറ ഹസനാത്ത്. എന്താണ് പറഞ്ഞത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അശറ ഹസനാത്ത്, അയാൾക്ക് 10 കൂലിയുണ്ട്. ഫമറ റജുലൻ ആഖർ, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു.
അയാളും സലാം പറഞ്ഞു. അയാൾ സലാം പറഞ്ഞത് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി അയാൾ അവിടെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം ഇശ്റൂന ഹസന. നേരത്തെ അശറ ഹസന 10 കൂലി, ഇപ്പൊ പറഞ്ഞു ഇശ്റൂന ഹസന 20 കൂലി. മൂന്നാമത് വേറൊരാള് വന്നു, ഫഖാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് 3 അയാൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അയാൾ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസൂന ഹസന, അയാൾക്ക് 30 കൂലി. പണ്ഡിതന്മാർ പറയുന്നു സലാം പറയുവാനുള്ള ഏറ്റവും നല്ല വാക്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഒന്ന് കൂട്ടി പറഞ്ഞു. വന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് 3 പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് ആ രീതിയിൽ പറഞ്ഞു. അപ്പോ ഏറ്റവും നല്ലത് 3ഉം ചേർത്ത് പറയലാണ്. അപ്പോഴാണ് 30 പ്രതിഫലം എന്ന് വെച്ചാൽ ഓരോന്നിനും 10 ഇരട്ടിയായിട്ട് പ്രതിഫലം ലഭിക്കും എന്ന നിലക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കഴിയും. ഇപ്പൊ എല്ലാ സന്ദർഭത്തിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വെറും അസ്സലാമു അലൈക്കും എന്നതിൽ നിർത്തുന്നതിന് പകരം പൂർണ്ണമായി പറയലാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഹദീസിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സലാം പറയാന്നുള്ളത് നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്തില് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 86ാമത്തെ ആയത്ത്, വൈദാ ഹുയ്യിതും ബിതഹയ്യ, നിങ്ങൾ തഹയ്യത്ത് ചെയ്യപ്പെട്ടാൽ അസ്സലാമു അലൈക്കും എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഫഹയ്യു ബിഅഹ്സന മിൻഹാ, എങ്ങനെയാണോ ഇങ്ങോട്ട് പറഞ്ഞത് അതിനേക്കാൾ നല്ലത് കുറച്ച് കൂട്ടിയിട്ട് തിരിച്ചു കൊടുക്കാം. അതേപോലെ കൊടുത്താൽ പോരാ, കുറച്ച് കൂട്ടിയിട്ട് തിരിച്ചു കൊടുക്കാം. ഔറുദ്ദുക, ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങോട്ട് തന്നതിന് അങ്ങോട്ട് കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ഒരാളോട് നമ്മൾ തിരിച്ച് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ പോരാ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് മിനിമം പറയണം. വബറകാതുഹു എന്ന് ചേർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കണക്കാക്കുന്നവനാണ്, കണക്ക് നോക്കുന്നവനാണ്. അല്ലാഹു വളരെ പെട്ടെന്ന് ഹിസാബ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം പ്രതിഫലം കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയാകുന്ന ഈ ഒരു വാക്യം അസ്സലാമു അലൈക്കും എന്നുള്ളത് അതിന് പറയേണ്ട ഒരു രീതിയുണ്ട്. നമ്മളിങ്ങനെ ഇപ്പോ ചില ആളുകളൊക്കെ നാട്ടിൽ സലാം പറയാറുള്ളത് പണക്കാരോട് ഒരു രീതി, പാവപ്പെട്ടവരോട് വേറൊരു രീതി. പണക്കാരി വന്ന് സലാം പറഞ്ഞാൽ മടക്കുന്നതിന് ഒരു രീതി, ഒരു സാധാരണക്കാരൻ വന്ന് സലാം പറഞ്ഞാൽ മടക്കുന്നതിന് ഒരു രീതി. ഇത് എല്ലാവർക്കും കൊടുക്കുന്ന പ്രാർത്ഥന. ഇപ്പൊ വലിയൊരു പൈസക്കാരൻ വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാല് ചിലപ്പോ ഒന്ന് അണങ്ങിയിട്ടൊന്ന് മുഖം കൊടുത്തിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരിങ്ങനെ എന്താ പറയാ തേനൊക്കെ പറ്റിയിട്ട് പറയും. അതേ അസ്സലാമു അലൈക്കും സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ സലാം അടക്കുന്നത് കാണാം. ഒന്ന് പറഞ്ഞതിൽ ചിലപ്പോ അലൈക്കും എന്നൊക്കെ ഉണ്ടാവുമായിരിക്കും, ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല, അതൊരു പ്രാർത്ഥനയാണ്, അതിന് അർഹിക്കുന്ന. അതേപോലെ സലാം പറയുന്നവരുണ്ട്, അസ്സലാമു അലൈക്കും എന്നിട്ട് ഒരു ചിലരെ കാണുമ്പോൾ നമുക്ക് നമ്മളെ അടുത്ത ആളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അതിന് അവകാശമുണ്ട്, അതൊരു പ്രാർത്ഥനയാണ് എന്ന ബോധം സലാം പറയുമ്പോൾ നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ അത് ഒരു വെറും വാക്യമായി മാറാൻ പാടില്ല. ആ ഒരു സലാമാണ്, അതൊരു പ്രാർത്ഥനയാണ് എന്ന ആത്മാർത്ഥതയോട് കൂടി തന്നെ നമ്മളത് പറയണം. സലമ ഒരിക്കൽ വീട്ടിലേക്ക് ഒരു സ്വഹാബിയെ തന്നെ ചെല്ലുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. ആ സ്വഹാബി ഇത് കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരേന്ന് വരുന്നത് ഈ സ്വഹാബി കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പതുങ്ങി ഇരുന്നിട്ട് അതിനുള്ളിൽ സലാം അടക്കി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ശബ്ദമൊന്നും പുറത്ത് കേട്ടില്ല. രണ്ടാമതും സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം രണ്ടാമതും സലാം അടക്കി. മൂന്നാമതും സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ ഇയാൾ എണീറ്റിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഉറക്കെ സലാം അടിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ തിരിച്ചു പറയാതിരിക്കാനുള്ള കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ സലാം എനിക്ക് വീണ്ടും വീണ്ടും കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും തവണ ഞാൻ പതുക്കെ മടക്കിയത്, എല്ലാം ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പൊ അവര് ആ റസൂലുള്ളാഹി അതൊരു വെറും വർത്താനല്ല അത് അതിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്കാരം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു ജസ്റ്റ് ഒരു ഫേസ് ചെയ്യാൻ ഒരു വാക്കല്ല അത്, അതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ആ ഒരു ആത്മാർത്ഥത അതിനോട് കാണിക്കണം എന്നുള്ളത് പണ്ഡിതന്മാര് പറയുന്നു. ഇനി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, യുസല്ലിമു സഗീർ അലൽ കബീർ, ചെറിയവരും വലിയവരും കണ്ടുമുട്ടിയാൽ ചെറിയവർ വലിയവരോടാണ് സലാം പറയേണ്ടത്. ചെറിയ ആളുകള് മുതിർന്ന പ്രായത്തിൽ മുതിർന്ന ആളോട് അങ്ങോട്ട് സലാം പറയുക. വൽ മാറു അലൽ ഖായിദി
നടന്നു വരുന്ന ഒരാള് ഇരിക്കുന്ന ആളോട് ഇങ്ങോട്ടാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു ടൗണിലോ അല്ലെങ്കിൽ പിന്നെ ഷോപ്പിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഇരിക്കുകയാണെങ്കിൽ വരുന്ന ആളുകൾ ഇരിക്കുന്ന ആളുകളോടാണ് സലാം പറയേണ്ടത്. അതേപോലെ തന്നെ ആ റാക്കിമിൽ മാഷി, വാഹനത്തിൽ ഇപ്പൊ സൈക്കിൾ മേലെ ഒരാൾ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ബൈക്ക് മേലെ ഒരാൾ വരിക, അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ കണ്ടുമുട്ടുമ്പോ വാഹനത്തിൽ വരുന്ന ആളാണ് നടന്നു പോകുന്ന ആളോട് സലാം പറയേണ്ടത്. വല്ല കലീലും അല്ലൽ കസീരി, ഒരു 3 ആൾ ഇങ്ങോട്ട് വരുന്നു, 5 ആളോട് ഇങ്ങോട്ടും വരുന്നു എങ്കിൽ എണ്ണത്തിൽ കുറവുള്ള ആളുകൾ കൂടുതലുള്ളവരോടാണ് സലാം പറയേണ്ടത്. ഇതൊക്കെ സലാം പറയുന്നതിന്റെ മര്യാദയായിട്ട് സാഹചര്യം പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിച്ച റസൂൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചെറിയവര് വലിയവരോട് സലാം പറയണം, അങ്ങനത്തെ റസൂൽ വാക്ക്. ഇപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾക്കിടയിൽ പലപ്പോഴും ഈഗോ ഒക്കെ ഉണ്ടായി മാറുന്നത്? എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോ ഓനേക്കാളും 1 മാസത്തിന് മൂത്ത ഞാനാണ്. ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചിലർ അങ്ങനെയൊക്കെ കണക്കാക്കുക. എന്നാൽ പിന്നെ ഓൻ ഇങ്ങോട്ട് പറഞ്ഞു, ഓൾ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. കുട്ടികൾ മുതിർന്നവരോട് സലാം പറയണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് സലാം പറയും. എന്നിട്ട് അവർക്ക് മുസാഫഹത്ത് കൊടുക്കും, അവരെ പുഞ്ചിരിക്കും, അവരോട് പുഞ്ചിരിക്കും, അവരെ ചേർത്ത് നിർത്തും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യാതൊരു ജാടയില്ല, യാതൊരു ഈഗോയും ഇല്ല, യാതൊരു ഫ്രസ്ട്രേഷനും ഇല്ല. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം റസൂലുള്ളാഹിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസിൽ പിടിച്ചിങ്ങനെ വാണെങ്കിൽ നിന്നോട്, ഞാൻ ആരാപ്പം, ഞാൻ ഈ നാട്ടിലത്തെ അമീറാണ്, ഞാൻ ഈ നാട്ടിലത്തെ പ്രവാചകനാണ്, ഞാനാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇന്നോട് ഇങ്ങോട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് അർഹിക്കുന്ന എല്ലാ ബഹുമാനും ആദരവൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ റസൂലുള്ളാഹി കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ട് സലാം പറയും. അങ്ങനെ ഒരു ബന്ധം. അപ്പൊ എന്താ സ്വാഭാവികം, അത് ഒരു നല്ല മനുഷ്യനാട്ടോ, അയാൾ നമ്മളെ കണ്ട് അങ്ങോട്ട്. എത്ര മനുഷ്യന്മാര് നാട്ടിലുണ്ട്, എത്ര കാക്കാരുണ്ട്, എത്ര കാരണന്മാരുണ്ട്, ഓരോന്നും നമ്മളോട് സലാം പറയുന്നത്. പക്ഷെ ഈ കാക്ക എന്നോട് അങ്ങനത്തെ ഒരു കാക്കയായിട്ട് നമ്മൾ നാട്ടിൽ നിന്നാല് ആ കാക്കാനെ കാണുന്ന സമയത്ത് മക്കള് ഒരല്പം ബന്ധം കാണിക്കും, അവര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. അതെന്താ, അയാളുടെ വ്യക്തിത്വം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോ ചില ആളുകൾ തെറ്റും, സലാമൊക്കെ പറയും, തെറ്റിയാ പിന്നെ സലാം പിന്നെ പറയൂല, ചിലപ്പോൾ മടക്കൂല. സലാം പറയുന്നേക്കാൾ പ്രധാനമാണ് സലാം മടക്കുക എന്നുള്ളത്. സലാം പറയുന്നത് ഇതേപോലെ ഒരു ഹക്കാണ്, പക്ഷെ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കാൻ പാടില്ല, അത് ഫർളാണ്. അത് മടക്കാതിരുന്നാൽ പിന്നെ അയാൾ കുറ്റക്കാരനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലി. ഒരാളുമായിട്ട് അഥവാ തെറ്റ് മനുഷ്യനാണ്, മാനുഷികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ, നമ്മളിപ്പോൾ മലായിക്കത്തൊന്നും അല്ലല്ലോ, ചിലപ്പോൾ അയൽവാസികളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ പടലപ്പിണക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ പരമാവധി അത് 3 ദിവസം നിൽക്കാൻ പാടുള്ളൂ എന്നാ, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അങ്ങനെ 3 ദിവസം ഇങ്ങനെ ചില ആളുകൾ എന്താ ചെയ്യാ, ആ സമയത്ത് ചില ആളുകൾ ഫോക്കസ് അല്ല, അതിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. എന്നിട്ട് ഈ ആളുകൾ എന്താ ചെയ്യാന്നറിയോ, ദിലങ്ങട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ദിലാണ്ട് പോകും, ഓൻ അങ്ങോട്ട് മുഖം കൊടുക്കൂല, ഇവൻ ഇങ്ങോട്ട് മുഖം കൊടുക്കൂല. അതൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്നതാ. കല്യാണത്തിന് ഓൻ അവിടെ ഉണ്ടാകാൻ സാധ്യത, ഞാൻ ആ കല്യാണത്തിന് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഇതൊക്കെ മാറി നിൽക്കുന്ന രീതി ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പരമാവധി 3 ദിവസമൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ തെറ്റി നിൽക്കാം. എന്നിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, അങ്ങനെ തെറ്റിയ 2 ആളിൽ ഏറ്റവും നല്ലവൻ അല്ലദീ യബ്ദഉ ബിസ്സലാം. നോക്കൂ നിങ്ങൾ, അവിടെയാണ് യാതൊരു ജാടിയില്ല, യാതൊരു അഹങ്കാരവും ഇല്ല. ഞാൻ എന്നുള്ള ഇതാണ് ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞാല്, ഞാനോ വലുത് ഓനോ വലുത്, ഞാൻ എന്തിനാ ഓനോട് അങ്ങോട്ട് നിൽക്കാൻ പോണു, ഓന്റെ ചെലവിലല്ലൊന്നും അല്ലല്ലോ ഞാന്, അല്ലെങ്കിൽ ഓളെ ചെലവിലല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. ഇവിടെ അങ്ങോട്ട് ചെന്ന് അതിൽ ഏറ്റവും നല്ലവൻ അല്ലദീ യബ്ദഉ ബിസ്സലാം. നമ്മളായിട്ടൊരു പ്രശ്നമുണ്ട്, അയാൾക്ക് നമ്മള് മുഖം കൊടുക്കാൻ സാധ്യതയില്ലാതെ അയാൾ പ്രതീക്ഷിക്കുന്നത്, കാരണം അയാളെ ആ രീതിയിലാണ് നമ്മളോട് അയാൾ കാട്ടിയത്. അങ്ങനെ നമ്മളെ പ്രയാസപ്പെടുത്തിയ ആളെടുക്കലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയാൽ അതാണ് ഏറ്റവും ഹൈറ്. നമ്മൾ വിനയം കാണിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മളെ ഉയർത്തും. നമ്മൾ സ്വയം ഞാൻ തന്നെയാണ് വലിയോന്ന് വിചാരിക്കാൻ വിചാരിച്ചാലോ അപ്പൊ അള്ളാഹ് നമ്മളെ താഴ്ത്തും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ വിനയപ്പെടുക, നമ്മൾ വിധേയപ്പെടുക, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ജാട കാണിക്കാതിരിക്കുക. അപ്പൊ അള്ളാഹിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും നമ്മൾക്ക് പൊസിഷൻ ഉണ്ടാകും. അല്ലാതെ ഞാൻ തന്നെ വലുതാന്ന് ഞാൻ തന്നെ തീരുമാനിച്ചാൽ അള്ളാഹു നമ്മളെ താഴ്ത്തും. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് സലാം പറയുക, മഞ്ഞൊരുക്കുക, മനസ്സലിയിക്കുക, സലാം പറയുക. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയാണ് ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സലാമിന്റെ വിഷയത്തിലുള്ള മറ്റു ചില 1-2 സംഗതി. ഇപ്പോ
നമ്മള് പിന്നെ ഹജ്ജിനോ ഉംറക്കോ പോകുന്ന സമയത്ത് മസ്ജിദ് നബവി സന്ദർശിക്കും. മദീനത്തെ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോൾ മദീനയിൽ ഉണ്ടാക്കിയ പള്ളി, ആ പള്ളിയിൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ്, അതേപോലെ തന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറ്, ഉമർ ഖാലിദിന്റെ ഖബർ, മൂന്നും ആ പള്ളിക്കുള്ളിലാണ്. അന്ന് പള്ളിയുടെ പുറത്തായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ഖബർ അടുക്കിയത്. പക്ഷേ പിന്നീട് പള്ളി വിപുലീകരിച്ചപ്പോ ഈ വീട് പള്ളിയുടെ ഉള്ളിലായിപ്പോയി. ഇപ്പൊ അത് പള്ളിയുടെ ഉള്ളിലാണത്. അപ്പൊ നമ്മള് മദീനത്തെ പള്ളി സന്ദർശിച്ച് റൗദയിൽ കയറിയിട്ട്, റൗദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും അതേപോലെ തന്നെ വീടിന്റെ അടുക്കുള്ള സ്ഥലം, അവർ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെയും ഖബറിന്റെ അടുക്കലൂടെയാണ് നമ്മൾ പോരുന്ന സമയത്ത് നമ്മൾ അവിടെ സലാം പറയും. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക്കും യാ ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേർക്കും സലാം പറയാൻ വേണ്ടി പിന്നെ സലാം പറയാന്നുള്ളത് ഒരു സുന്നത്താണ്. ആ നിലക്ക് അവിടെ ഒരു സലാം പറയുന്ന രീതി, മരിച്ച് പിന്നെ ഇപ്പൊ നമ്മള് ഖബറിനെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സലാം പറയേണ്ടതുണ്ട്. നമ്മള് ഉപ്പാന്റെ ഖബർ സന്ദർശിച്ചു, അവിടെ നമ്മൾ സലാം പറയണം. അസ്സലാമു ഉപ്പാന്റെ ഖബറിൽ മാത്രമല്ല, എവിടെ നമ്മളിപ്പോ ഈ പള്ളിയുടെ പരിസരത്ത് ഖബറില്ല, പക്ഷെ നമ്മൾ ഖബറിൽ ഒരു പള്ളിയിൽ ചെന്നാൽ അതിന്റെ കൂടെ ഒരു സുന്നത്താണ് ഖബർസ്ഥാൻ സന്ദർശിക്കുക. ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത്, ഖബറിടം പോയി കാണുന്നത് അവരോട് പ്രാർത്ഥിക്കാനല്ല, അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഖബറുകളിൽ ചെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുകൊള്ളുന്നത്. പക്ഷെ നമ്മളെ സ്വന്തക്കാരല്ല, ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ സ്വന്തം അനിയൻ, ജ്യേഷ്ഠൻ, ഇക്കാക്ക, ആരും ആവാനോ, അങ്ങനെയുള്ള ഒരു ഖബറിനെ ചെന്നാൽ നമ്മൾ ആദ്യം ആ ഖബറിന്റെ ഏരിയയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പറയേണ്ടത് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. ഈ ഖബർസ്ഥാൻ വിശ്വാസികളുടെ ഈ ഒരു ഏരിയയിൽ കിടക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അതിന് ശേഷം ഒരു വാചകം കൂടി പറയും, വ ഇന്നാ ഇൻഷാ അല്ലാഹു ഇലൈക്കും ലാഹിഖൂൻ. ഇപ്പൊ നിങ്ങളാണ് വന്നത്, നാളെ ഞങ്ങളും ഇവിടെ ഈ മണ്ണ് കടക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് മരിച്ചുപോയ ആളുകൾക്ക് നമ്മൾ സലാം പറയും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയേണ്ട രീതി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സലാം പറയേണ്ട രീതി, ഉമർ ഖാലിദിന് സലാം പറയേണ്ട രീതി, അതേപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് ആരായിരിക്കട്ടെ, പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി അവിടെ നമുക്ക് ഖബറെടുക്കൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതാണ് സലാമിന്റെ രീതി. അതേപോലെ തന്നെ മറ്റൊന്നു കൂടി, നമസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടുന്നത് എങ്ങനെയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ്. പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ വലതുവശത്ത് നമ്മുടെ കൂടെയുള്ള മലക്കുകള്, പള്ളിയിൽ ഹാജറുണ്ടാവാൻ സാധ്യതയുള്ള മലക്കുകള്, ഇടതുവശത്ത് നമ്മുടെ കൂടെയുള്ള മലക്കുകള്, പള്ളിയിൽ ഹാജറുണ്ടാകാൻ സാധ്യതയുള്ള മലക്കുകള്, ഈ മലക്കുകളോടാണ് നമ്മള് സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു ആദ്യം വലത്തോട്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് പിന്നീട് ഇടത്തോട്ടും സലാം വീട്ടുന്നത്. അതും ഒരു സലാം തന്നെയാണ്. അത് മലക്കുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസിയോടല്ല ആ സലാം. ചിലരൊക്കെ അത് ശൈത്താനോടാന്നൊക്കെ പറയും, ശൈത്താനോടല്ല, കൂടെയുള്ള മലക്കളോടാണ്. തൊട്ടടുത്തുള്ള വിശ്വാസികളോടാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സലാമിന് വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി പറയേണ്ടത്. അങ്ങനെയല്ല, അസ്സലാമു രണ്ടും നമ്മൾ സലാം പറയുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കൂടെ നമസ്കരിക്കുന്നവരോ പള്ളിയിൽ ഹാജരായിട്ടുള്ളവരോ നമ്മുടെ കാര്യങ്ങൾ എഴുതുന്നവരോ ഒക്കെ ആയിട്ടുള്ള മലക്കളോടുള്ള സലാം പറയലാണ്. അപ്പോൾ സലാം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ ഗഹനമായ ഒരു കാഴ്ചപ്പാടാണ്. അതൊരു ഒരു മനോഭാവമാണ്, അതൊരു പ്രാർത്ഥനയാണ്. ആ ബോധ്യത്തോടുകൂടി അത് നിർവഹിച്ചാൽ പരലോകത്തേക്ക് അതൊരു മുതൽക്കൂട്ടാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ അവരുടെ സ്വീകരിക്കപ്പെടുന്ന അമലുകളാക്കി മാറ്റി തീർക്കാൻ ഗ്രഹിക്കുമാറാവട്ടെ.